കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളോടൊത്ത് വസിക്കുന്ന ഈശോയ്ക്ക് സ്തുതി. ഈശോയെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. എൻ്റെ ഭർത്താവ് യേശുവിൽ നിദ്ര പ്രാപിച്ചിട്ട് ഇന്നേക്ക് 5 കൊല്ലമായി. 2020 ഒക്ടോബർ 1 അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. വളരെ ആരോഗ്യവാനും വളരെ നല്ല ഹൃദയത്തിനുടമയുമായിരുന്നു സാബു. ഞങ്ങൾക്ക് ദൈവം 3 പെൺമക്കളെ നൽകി. ബ്രെയിൻ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് 9 മാസം മാത്രമേ ജീവിച്ചുള്ളൂ. നല്ല വിദ്യാഭ്യാസവും ദൈവവിശ്വാസവുമുള്ള ആളായിരുന്നതിനാൽ സാബു മരണത്തിനായി ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. കോവിഡ് കാലമായിരുന്നതിനാൽ എല്ലാവർക്കും സാബുവിനോടൊപ്പം രോഗാവസ്ഥയിൽ കൂടെ നിൽക്കാൻ സാധിച്ചു. മക്കളെ ചേർത്ത് പിടിച്ച് എപ്പോഴും സമാധാനിപ്പിക്കും. ഡാഡിക്ക് ഈ ലോകത്തിൽ ഇത്രയേ സമയമുള്ളൂവെന്നും ഉണ്ടായിരുന്ന സമയം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാൻ സാധിച്ചുവെന്നും കുട്ടികളോട് എപ്പോഴും പറയുമായിരുന്നു. മക്കൾ വിഷമിക്കുമ്പോൾ സാബു തന്നെ അവരോട് പറയുന്ന കാര്യങ്ങൾ അവർ വീഡിയോയിൽ പകർത്തി പിന്നീട് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല മരണം കാത്തിരിക്കുന്ന ആർക്കും ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമെന്ന്. മരണശേഷമാണ് നിത്യാനന്ദമെന്നും ദൈവത്തോടു കൂടെ എത്ര മനോഹരമായ നിമിഷങ്ങളായിരിക്കുമെന്നുമൊക്കെ സാബു പറയുമായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. സാബു വളരെ മനോഹരമായി പാടുമായിരുന്നു. അവസാന നാളുകളിൽ ഞങ്ങൾ മുറിയിൽ പാട്ടുകളും പ്രാർത്ഥനകളുമായി അദ്ദേഹത്തെ യാത്രയാക്കി. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഇടവക ജനങ്ങളും വികാരി അച്ഛനും സിസ്റ്റേഴ്സും എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ജീവിതം അന്നു മുതൽ മുഴുവൻ മാറി. എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന സാബു ഇനിയില്ല. എന്നെ ഓഫീസിൽ കൊണ്ടാക്കുന്നത് മുതൽ ഞാൻ തിരിച്ചു വരുമ്പോൾ വരെ കൂടെയുള്ള, കുട്ടികളെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ആൾ ഇനിയില്ല. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. എപ്പോഴും ഞാൻ ശക്തിക്കായി ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും ദിനങ്ങൾ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ മാതാവും ഈശോയും എനിക്ക് ബലവും കരുത്തുമാണെന്ന്. എനിക്ക് ആത്മവിശ്വാസവും സ്വയം നിലനിൽക്കാനുള്ള ധൈര്യവും നൽകിയത് എൻ്റെ ഈശോയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ ക്രമീകരിച്ചു തന്നു. ഞാൻ എല്ലാം തന്നെ ചെയ്യാൻ പഠിച്ചു. 2023 ദൈവകൃപയാൽ എൻ്റെ മകളുടെ വിവാഹം നല്ലൊരു ദൈവവിശ്വാസമുള്ള മകനുമായി നടത്താൻ സാധിച്ചു. എനിക്ക് ഒരു ചെറുമകൾ ജനിച്ചു. ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുമ്പോഴും ഓരോ രാത്രിയിലും കണ്ണടയ്ക്കുമ്പോഴും എൻ്റെ ദൈവം തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സാബു സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാബുവിൻ്റെ സ്നേഹവും കരുണയും ചിരിയും എല്ലാ നല്ല ഓർമ്മകളും എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. എൻ്റെ ശാന്തിയിലും എൻ്റെ പ്രാർത്ഥനകളിലും എല്ലായിടത്തും സാബു ഉണ്ട്. ഞാൻ എൻ്റെ മക്കളുമായി ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഓർമ്മച്ചെപ്പ് മുഴുവൻ സാബുവിൻ്റെ നല്ല ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്നു. കാലം മായ്ക്കാനാവാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മകളാൽ.